ഹരിവർഷം എന്ന് പേരായ ഭൂഖണ്ഡത്തിനടുത്ത് തെക്ക് ഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്ന കിംപുരുഷം എന്ന് പേരായ ഭൂഖണ്ഡത്തിൽ ഉറച്ച ഭക്തിയുള്ള ഹനുമാനാൽ സേവിക്കപ്പെടുന്നവനും സീതയോടുകൂടി വളരെ അത്ഭുതമായ രൂപത്തോട് കൂടിയവനും ആയ ശ്രീരാമസ്വരൂപിയായി ശോഭിക്കുന്ന രാമാത്മക പരിലസൻ എന്നൊക്കെയാണ് ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീരാമസ്വരൂപിയായി ശോഭിക്കുന്ന അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, പരിപാഹി, എന്നെ നന്നായി രക്ഷിക്കണേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇനി 9-ാം ശ്ലോകം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിः സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിः സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഹേ ഭൂമൻ, അല്ലയോ ഗുരുവായൂരപ്പ, ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ എന്ന് പറയണു ശ്ലോകത്തിൽ. ഹേ ഭൂമൻ, അല്ലയോ ഗുരുവായൂരപ്പ, നാരദ മഹർഷിയോടൊരുമിച്ച് ഭാരതം എന്ന ഭൂഖണ്ഡത്തിലെ പ്രധാനികളാൽ ആണ്. ഭാരതഖണ്ഡമുഖ്യൈഃ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന വർഷത്തിലെ പ്രധാനികളാൽ. അപ്പോൾ ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ, നാരദ മഹർഷിയോട് കൂടി ഭാരതം എന്ന ഭൂഖണ്ഡത്തിലെ പ്രധാനികളാൽ സാംഖ്യയോഗനുതിഭി സമുപാസ്യമാന എന്ന് പറയണു. സാംഖ്യശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളെ വെളിവാക്കുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും എന്നാണ്. സാംഖ്യയോഗനുതിഭി സമുപാസ്യമാന എന്ന് പറയുമ്പോൾ, സമുപാസ്യമാന എന്ന് പറയുമ്പോൾ സേവിക്കപ്പെടുന്നവൻ. അപ്പോൾ സാംഖ്യയോഗനുതിഭി സമുപാസ്യമാന എന്ന് പറയുമ്പോൾ സാംഖ്യശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളെ വെളിവാക്കുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും ഇഹ ആകൽപകാലം എന്ന് പറയണു. ആകൽപകാലമിഹ എന്നാണ് ശ്ലോകത്തിൽ. ഇഹ ആകൽപകാലം എന്ന് പറയുമ്പോൾ ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ എന്നാണ്, പ്രളയം വരുന്നവരെ എന്ന് പറയാം. ഇഹ ആകൽപകാലം, ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നത് വരെ സാധുജനാഭിരക്ഷി എന്നാണ്, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ. അപ്പോൾ ഇഹ ആകൽപകാലം
സാധുജനാഭിരക്ഷി. ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ നരസഖം നാരായണം ത്വം എന്നാണ്. സഖാവായ നരനോട് കൂടി നാരായണനായി അവതരിച്ച, നാരായണമൂർത്തിയായി അവതരിച്ച ഗുരുവായൂരപ്പ പരിപാഹി എന്നാണ്. നരസഖ നാരായണ ത്വം പരിപാഹി എന്ന് പറയുമ്പോൾ സഖാവായ നരനോട് കൂടി അവതരിച്ച നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ പരിപാഹി രക്ഷിക്കണേ. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ ഹേ ഭൂമൻ, അല്ലയോ സർവശക്തനായ സർവലോകനാഥനായ ഗുരുവായൂരപ്പ, ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ, നാരദ മഹർഷിയോടൊരുമിച്ച് ഭാരതം എന്ന ഭൂഖണ്ഡത്തിലെ പ്രധാനികളാൽ, ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ, നാരദ മഹർഷിയോടൊരുമിച്ച് ഭാരതം എന്ന ഭൂഖണ്ഡത്തിലെ പ്രധാനികളാൽ സാഖ്യയോഗനുതിഭിസമുപാസ്യമാന, സാഖ്യശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളെ വെളിവാക്കുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും, സാഖ്യയോഗനുതിഭി സമുപാസ്യമാന എന്ന് പറയുമ്പോൾ സാഖ്യശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളെ വെളിവാക്കുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും, ഇഹ ആകൽപ്പകാലം, ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ, ഇഹ ആകൽപ്പകാലം സാധുജനാഭിരക്ഷി എന്ന് പറയുന്നു. ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ എന്നാണ്. സാധുജനാഭിരക്ഷി, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ നരസഖ നാരായണ ത്വം എന്നാണ്. നരസഖ നാരായണ ത്വം എന്ന് പറയുമ്പോൾ സഖാവായ നരനോട് കൂടി അവതരിച്ച നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നാണ്. നരസഖ നാരായണ ത്വം, സഖാവായ നരനോട് കൂടി അവതരിച്ച നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്ന് പരിപാഹി, എന്നെ രക്ഷിക്കണേ. ഇനി 9 ഭൂഖണ്ഡങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. 9 ഭൂഖണ്ഡങ്ങളും ജംബുദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഈശ്വരൻ ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിൽ, വിവിധ രൂപങ്ങളിൽ ജനങ്ങളാൽ ആരാധിക്കപ്പെടുന്നു. ഈശ്വരൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി മനനം ചെയ്യണം. മനസ്സിന് ആ മാഹാത്മ്യം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ പിടികിട്ടും. മനനം ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ മനുഷ്യർ അതിനുവേണ്ടി ശ്രമിക്കണം. ഈശ്വരനെ അറിയാൻ ഈശ്വര സാക്ഷാത്കാരം മനുഷ്യജന്മത്തിൽ മാത്രമേ സാധ്യമാവൂ എന്ന് അറിഞ്ഞ് നമ്മുടെ ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം അതിനു വേണ്ടി ഉപയോഗിക്കണം. ഇനി ഓരോ ഭൂഖണ്ഡം, ആ ഓരോ ഭൂഖണ്ഡത്തിലും ആരാധിക്കപ്പെടുന്ന ഗുരുവായൂരപ്പ അവിടുന്ന്, അതുപോലെ ആരാധിക്കുന്ന ആള് നമുക്കൊന്ന് നോക്കാം. ഇളാവൃത ഭൂഖണ്ഡത്തിൽ
മഹാദേവനാൽ ഗുരുവായൂരപ്പ സംഘർഷണമൂർത്തിയായ, അതായത് ബലരാമൻ സംഘർഷണമൂർത്തിയായ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡത്തിൽ ഭദ്രസ്രവസ്സുകൾ ഹയഗ്രീവമൂർത്തിയായി അവതരിച്ച അങ്ങയെ ആരാധിക്കുന്നു. ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭക്തന്മാർ നരസിംഹമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്നിനെ സേവിക്കുന്നു. കേതുമാലം എന്ന ഭൂഖണ്ഡത്തിൽ ലക്ഷ്മീ ദേവിയാലും പ്രജാപതി പുത്രന്മാരാലും കാമദേവനായി അവതരിച്ച, അതായത് പ്രദ്യുമ്നൻ കാമദേവനായി അവതരിച്ച ഗുരുവായൂരപ്പ അങ്ങ് ആരാധിക്കപ്പെടുന്നു. രമ്യകം എന്ന ഭൂഖണ്ഡത്തിൽ മത്സ്യമൂർത്തിയായ അവിടുന്നിനെ വൈവസ്വത മനു ആരാധിക്കുന്നു. ഹിരൺമയം എന്നു പേരായ ഭൂഖണ്ഡത്തിൽ അര്യമാവ്, പിതൃക്കളുടെ നായകനായ അര്യമാവ് കൂർമ്മമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്നിനെ സേവിക്കുന്നു. ഉത്തരകുരു എന്നു പേരായ ഭൂഖണ്ഡത്തിൽ ഭൂമിദേവിയാൽ വരാഹമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. കിംപുരുഷം എന്നു പേരായ ഭൂഖണ്ഡത്തിൽ പരമഭക്തനായ ഹനുമാനാൽ ശ്രീരാമസ്വരൂപിയായ ഗുരുവായൂരപ്പ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. 9ാമത്തെ ഭൂഖണ്ഡം ഭാരതം എന്നു പേരായ ഭൂഖണ്ഡത്തിൽ നാരദ മഹർഷി തുടങ്ങിയ ഭക്തന്മാരാൽ നരനാരായണന്മാരുടെ രൂപത്തിൽ അവതരിച്ച ഗുരുവായൂരപ്പ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. ഇങ്ങനെ 9 ഭൂഖണ്ഡങ്ങളിലും ഒരേ ഒരു ഈശ്വരൻ, അതായത് ഗുരുവായൂരപ്പ അങ്ങ് തന്നെ പല ഭക്തന്മാരാൽ ആരാധിക്കപ്പെടുന്നു. പ്ലാക്ഷേർക്കരൂപമയി ശാത്മല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയഞ്ചശാകേ ത്വം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ പ്ലാക്ഷേർക്കരൂപമയി ശാത്മല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയഞ്ചശാകേ ത്വം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ. ഹേ ഭൂമൻ, അല്ലയോ ഗുരുവായൂരപ്പ, ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ, നാരദ മഹർഷിയോടൊരുമിച്ച് ഭാരതവർഷത്തിലെ പ്രധാനികളാൽ, ഹേ ഭൂമൻ ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ എന്ന് പറയുമ്പോൾ നാരദ മഹർഷിയോടൊരുമിച്ച് ഭാരതവർഷത്തിലെ, ഭാരതം എന്ന ഭൂഖണ്ഡത്തിലെ പ്രധാനികളാൽ സാഖ്യയോഗനുതിഭി സമുപാസ്യമാന എന്ന് പറയുന്നു. സാഖ്യശാസ്ത്രത്തിൻ്റെ
തത്വങ്ങൾ അടങ്ങുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും എന്നാണ്. സാഖ്യയോഗനുതിഭി സമുപാസ്യമാന. സാഖ്യയോഗത്തിൻ്റെ തത്വങ്ങൾ അടങ്ങുന്ന സ്തുതികളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും ഇഹ ആകൽപ്പകാലം എന്ന് പറയുമ്പോൾ ആകൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി എന്നാണ് ശ്ലോകം. ഇഹ ആകൽപ്പകാലം, ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ. ഇഹ ആകൽപ്പകാലം, ഈ ഭൂഖണ്ഡത്തിൽ കൽപ്പാന്തം വരുന്നവരെ സാധുജനാഭിരക്ഷി, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ. സാധുജനാഭിരക്ഷി എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും ആയ നരസഖ നാരായണ ത്വം പരിപാഹി. നരസഖ നാരായണ ത്വം പരിപാഹി. സഖാവായ നരനോട് കൂടി അവതരിച്ച നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ, പരിപാഹി, എന്നെ രക്ഷിക്കണേ. നരസഖ നാരായണ ത്വം പരിപാഹി. സഖാവായ നരനോട് കൂടി അവതരിച്ച നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ, പരിപാഹി, എന്നെ രക്ഷിക്കണേ. 9-ാം ശ്ലോകത്തിൻ്റെ കാര്യം ഒന്നും കൂടി പറഞ്ഞതാണ്. ഇനി 10-ാം ശ്ലോകം. അയി എന്ന് പറയണു. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ആണ്. അയി എന്ന് പറയുമ്പോൾ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ. ലോകാഹ എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾ. ലോകാഹ ഭക്തജനങ്ങൾ. പ്ലാക്ഷേ അർക്കരൂപ എന്നാണ്. പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപിയായ അങ്ങയെയും ആണ്. പ്ലാക്ഷേ അർക്കരൂപ, പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപിയായ അങ്ങയെയും. ശാൽമല ഇന്ദുരൂപം എന്ന് പറയണു. ശാൽമലദ്വീപിൽ ചന്ദ്രരൂപിയായ അങ്ങയെയും. ശാൽമല ഇന്ദുരൂപം, ശാൽമലദ്വീപിൽ ചന്ദ്രരൂപിയായ അങ്ങയെയും. കുശനാമനി ദ്വീപേ വന്യരൂപം. കുശം എന്നു പേരായ ദ്വീപിൽ അഗ്നിരൂപിയായ അങ്ങയെയും. കുശനാമനി ദ്വീപേ വന്യരൂപം. കുശദ്വീപിൽ അഗ്നിരൂപിയായ അങ്ങയെയും. അഗ്നിരൂപിയായ അങ്ങയെയും. ക്രൗഞ്ചേ അമ്പുരൂപം എന്ന് പറയുന്നു. ക്രൗഞ്ചം എന്നു പേരായ ദ്വീപിൽ ജലരൂപിയായ അങ്ങയെയും. ക്രൗഞ്ചേ അമ്പുരൂപം, ക്രൗഞ്ചദ്വീപിൽ ജലരൂപിയായ അങ്ങയെയും. ശാകേ വായുമയം എന്ന് പറയണു. ശാകദ്വീപിൽ വായുരൂപിയായ ത്വാം ഗുരുവായൂരപ്പ അങ്ങയെയും. ശാകേ വായുമയം ത്വാം എന്ന് പറയുമ്പോൾ ശാകദ്വീപിൽ വായുരൂപിയായ അങ്ങയെയും. പിന്നെ അവസാനം പറയണു പുഷ്കരനാംനി ലോകേ. പുഷ്കരം എന്നു പേരായ ദ്വീപിൽ, പുഷ്കരനാംനി ലോകേ, പുഷ്കരം എന്നു പേരായ ദ്വീപിൽ ബ്രഹ്മരൂപം ത്വാം ഭജന്തി. പരബ്രഹ്മസ്വരൂപിയായ അങ്ങയെയും ഭജിക്കുന്നു. അപ്പോൾ പുഷ്കരനാംനി ലോകേ, പുഷ്കരം എന്നു പേരായ ദ്വീപിൽ ബ്രഹ്മരൂപം ത്വാം ഭജന്തി, പരബ്രഹ്മസ്വരൂപിയായ അങ്ങയെയും ഭജിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ അയ്യി അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ. ലോകാഹ ഭക്തജനങ്ങൾ. പ്ലാക്ഷേ അർക്കരൂപ
പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപിയായ അങ്ങയെയും ശാത്മല ഇന്ദുരൂപം ശാത്മലദ്വീപിൽ ചന്ദ്രരൂപിയായ അങ്ങയെയും കുശനാമനി ദ്വീപേ വന്യരൂപം കുശം എന്നു പേരായ ദ്വീപിൽ അഗ്നിരൂപിയായ അങ്ങയെയും അഗ്നിരൂപം ധരിച്ച അങ്ങയെയും ക്രൗഞ്ചേ അംബുരൂപം ക്രൗഞ്ചദ്വീപിൽ ജലരൂപിയായ അങ്ങയെയും അംബുരൂപം എന്ന് പറയുമ്പോൾ ജലരൂപിയായ അങ്ങയെയും ശാഖേ വായുമയം വായുമയം ച ശാഖേ എന്നാണ് ശ്ലോകം. ശാഖേ വായുമയം ശാഖദ്വീപിൽ വായുരൂപിയായ അങ്ങയെയും ശാഖേ വായുമയം ത്വാം എന്ന് പറയുമ്പോൾ ശാഖദ്വീപിൽ വായുരൂപിയായ ഗുരുവായൂരപ്പ അങ്ങയെയും പിന്നെ പുഷ്കരനാംനി ലോകേ പുഷ്കരം എന്ന പേരായ ദ്വീപിൽ ബ്രഹ്മരൂപം ത്വാം ഭജന്തി പുഷ്കരനാംനി ലോകേ ബ്രഹ്മരൂപം ത്വാം ഭജന്തി പുഷ്കരം എന്ന പേരായ ദ്വീപിൽ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ അങ്ങയെയും ഭജിക്കുന്നു. അപ്പോൾ ഭൂഖണ്ഡങ്ങളിൽ മാത്രമല്ല, അതായത് ജംബുദ്വീപിൽ മാത്രമല്ല, മറ്റ് ദ്വീപുകളിലും ഗുരുവായൂരപ്പ അങ്ങ് വിവിധ രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപിയായും ശാത്മലദ്വീപിൽ ചന്ദ്രരൂപിയായും കുശദ്വീപിൽ അഗ്നിരൂപിയായും ക്രൗഞ്ചം എന്ന പേരായ ദ്വീപിൽ ജലരൂപിയായും ശാഖദ്വീപിൽ വായുരൂപിയായും പുഷ്കരം എന്ന പേരായ ദ്വീപിൽ പരബ്രഹ്മസ്വരൂപിയായും ഗുരുവായൂരപ്പ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പനെ നമുക്ക് നമസ്കരിക്കാം.